സെറ്റല്ലേ? പപ്പടം നോക്കട്ടെ. ക്രിസ്പി അമേസിങ്. പൂവാസം പുറപ്പെടും പെണ്ണേ നാൾ പൂവരുന്നായി ഉയരല്ലവെല്ലാം. ഇതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന പെയിൻ്റാണ്, എന്തുവാണെന്നറിയില്ല. പച്ച കളറിൽ സംഗതി വെള്ളം അങ്ങ് കളറ് മാറും. ഒരു 2-3 റൗണ്ട് ഞാനങ്ങ് കഴുകും കേട്ടോ. എല്ലാം ഞാൻ എൻ്റെ ഈ ഒരു കയ്യിലാണ് കേട്ടോ. ഇതിൻ്റെ അളവ് ഇതിലൊരു 3 വെട്ടം എടുക്കുമ്പോൾ എന്നാലും ഞാനൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ എന്താ അവസ്ഥയെന്ന്. മൂട് തോന്നുന്നുണ്ടെങ്കിൽ പപ്പടം കൂടെ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഒരു 10-70 പുഷപ്പ് അങ്ങ് അടിക്കും. എണ്ണിക്കോ? നിങ്ങൾ എണ്ണിയായിരുന്നോ? വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കിയിട്ട് പറയണേ. അപ്പോഴേ ഇതിനിടയ്ക്ക് നമ്മുടെ മുട്ട ഒന്ന് തണുത്ത് അതങ്ങ് അടിച്ചേക്കാം. ഇതിങ്ങനെ അങ്ങോട്ട് തുറക്കുന്നു, ഇതിങ്ങനെ മടക്കി വെക്കുന്നു, ഒരൊറ്റ കമത്ത്. കണ്ടില്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് ഫില്ലാക്കാം. തേങ്ങ മുകളിലും കൂടെ ഫിക്സ്. നിങ്ങളെന്ത് പറയുന്നു? കമൻറ്റ് ചെയ്ത്. പൊട്ടിപ്പോവോ പൊട്ടത്തില്ലയോ? പൊട്ടിപ്പോവോ? എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിടും, ഇതും മറിച്ചിടും, ഇതും മറിച്ചിടും. ഹായ്, എല്ലാവരും ഹാപ്പിയാണ്, സുഖമായിട്ടിരിക്കുന്നത് വരുന്നു. ഞാനും ഹാപ്പിയാണ്, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് ആകാം എന്ന് ഞാൻ കരുതി കേട്ടോ. ഞാൻ നേരെ ഓഫീസിൽ നിന്ന് റൂമിലെത്തിയതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ 2 മുട്ട എടുത്ത് പുഴുങ്ങും. പിന്നെ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് പുട്ടുണ്ടാക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടൊരു വ്ലോഗ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും പറയാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ മുട്ട സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഒന്ന് ടൈം എടുക്കുമല്ലോ, 10 മിനിറ്റ് എടുക്കും. സമയം കണ്ടോ? 7 മണി. വൈകിട്ട് രാത്രി 7 മണി. 7 മണിയാവുന്നേ. ഇവിടുത്തെ വെട്ടം കണ്ടോ? നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വെട്ടവും വെളിച്ചമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി എനിക്ക് പയറൊന്നെടുക്കണം, പയർ സെറ്റാക്കണം, പയർ പുഴുങ്ങണം, അതുപോലെ പുട്ട് പുഴുങ്ങണം, പപ്പടം ചുടണം. പപ്പടം ഞാൻ ചുട്ടാണ് എടുക്കുന്നത്, പപ്പടം ചുട്ടെടുക്കുന്നു. അപ്പോൾ വാ, നമുക്കിതൊക്കെ ഒന്ന് കാണാം. പൂവാസം പുറപ്പെടും പെണ്ണേ നാൾ പൂവരുന്നായി ഉയരല്ലവെല്ലാം. ഇങ്ങനെ 2 കൈ എടുക്കും. ഇതാണ് എനിക്കിത് മതി കേട്ടോ. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ പയറും അതുപോലെ തന്നെ ഗോതമ്പ് മാവും ഞാൻ ഇട്ട് വെക്കുന്നത് ഈ കോക്കറിൻ്റെ ഓട്സിൻ്റെ ഡപ്പേ. മുമ്പ് മേടിച്ച ഓട്സ്, കഴിച്ച ഓട്സിൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി മാവ് സെറ്റാക്കണം. അതിന് മുമ്പേ ഞാൻ പയറൊന്ന് കഴുകി വാഷ് ചെയ്ത് വേവണത്തിലോട്ട് വെക്കട്ടെ. ഇതൊക്കെ നല്ലപോലെ കഴുകിയുണ്ടല്ലോ. ഇതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന പെയിൻ്റാണ്, എന്തുവാണെന്നറിയില്ല. പച്ച കളറിൽ സംഗതി വെള്ളം അങ്ങ് കളറ് മാറും. ഒരു 2-3 റൗണ്ട് ഞാനങ്ങ് കഴുകും കേട്ടോ. കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കളർ വെള്ളത്തിൻ്റെ. ഇത് കണ്ടോ? വെള്ളത്തിൻ്റെ കളർ കണ്ടോ മാറിയത്? ഉണ്ടോ? ഇതുപോലെ ഒരു 3 റൗണ്ട് ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഊറ്റിയെടുക്കാം, കഴുകി ഇതിടുക. വീണ്ടും ഒരു വെള്ളം തുറക്കുക, നമ്മുടെ വൃത്തിയായിട്ട് അങ്ങോട്ട് കഴുകും. 3 റൗണ്ടാണ് കഴുകുന്നത്. ലാസ്റ്റ് റൗണ്ട് നമ്മളെ നല്ല വെള്ളത്തിലും കഴുകും. ഇത് നല്ല വെള്ളം അല്ലെന്നല്ല കേട്ടോ, എന്നാലും ഒന്ന് കഴുകും. ഒന്ന് 2 മണിയൊക്കെ താഴെ പോകുമേ. അങ്ങനെ 3rd റൗണ്ട് കഴുകൊക്കെ ആയിട്ടുണ്ട്. അത് വൈറ്റ് കളർ, ആ വെള്ളത്തിന് മാറ്റമൊന്നും വരില്ല കേട്ടോ. 3ാമത് നമ്മൾ അപ്പോഴത്തേക്ക് അത് ക്ലീൻ ആവും. അങ്ങനെ ഒരു 3 റൗണ്ട് കഴുകി എടുത്തിട്ട് ഞാനങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. അടുത്തത് ഞാൻ സെറ്റാക്കുമ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മാവാണ്. അത് ഗോതമ്പ് പൊടിയാണ്, ഗോതമ്പ് പുട്ടാണ്. എല്ലാം ഞാൻ എൻ്റെ ഈ ഒരു കയ്യിലാണ് കേട്ടോ. ഇതിൻ്റെ അളവ് ഇതിലൊരു 3 വെട്ടം എടുക്കുമ്പോൾ എനിക്ക് നമ്മളിലെ ചെറിയ ചിരട്ടപ്പുട്ട് പോലെ ഉണ്ടാക്കുന്ന സാധനമില്ലേ,
കുക്കറിൻ്റെ മേളിൽ വെച്ച് അതിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കുറ്റി പുട്ട്, അങ്ങനെയല്ലേ പറയുന്നത്, ഒരു ചിരട്ടപ്പുട്ട്, ആ ഒരു പുട്ടിനുള്ള മാവ് ഇത് മതി. മാവും സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് ഇത് ഒരു ചൂടുവെള്ളം എടുത്താണ് വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ളത് കേട്ടോ. ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട് ആക്കിയാണ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോൾ ചൂടുവെള്ളം എടുക്കാനൊക്കെ നമുക്ക് എന്താ പറയുക, വെറുതെ ടൈം അങ്ങോട്ട് പോകില്ലേ. ഞാൻ നൈസായിട്ട് പച്ചവെള്ളത്തിലാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ കുറച്ച് ഉപ്പിടും, അതങ്ങോട്ട് മിക്സ് ചെയ്യും. ഈ വെള്ളം ഒഴിച്ച് ഈ മാവ് ഒന്ന് കുഴച്ച് സെറ്റാക്കും. അതാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് കുഴച്ചുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ സാധനം എല്ലാം കൂടെ കയറി ഒട്ടിപ്പിടിക്കും. എന്തായാലും ഞാനിപ്പോൾ ഈ എടുത്ത വെള്ളം മൊത്തത്തിൽ ഒഴിക്കേണ്ടി വരും. എൻ്റെ ഒരു അളവ് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇതിങ്ങനെ കുഴച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കും. ഈ നാട്ടിലായിരുന്നപ്പോഴേ അമ്മ അടിപൊളിയായിട്ട് ഇതുപോലെ പുട്ടൊക്കെ അങ്ങോട്ട് പുഴുങ്ങി നല്ല ചൂടോടെ കൊണ്ട് തരുമ്പോൾ ഇതൊക്കെ കഴിച്ച് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ജോലി ചെയ്യാതെ ഇതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കണ്ട, മെസ്സ് താഴെ ഉണ്ട്, മെസ്സിൽ നിന്ന് കഴിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ മെസ്സിൽ അവിടെ ഇതാണ് കിട്ടുന്നത് കേട്ടോ, ഈ പൊറോട്ടയാണ്. എന്നും മിക്ക ദിവസവും പൊറോട്ടയാണ് കിട്ടുന്നത്. എനിക്ക് പൊറോട്ട അത്ര ഇഷ്ടമല്ല, വല്ലപ്പോഴും കഴിക്കാൻ കുഴപ്പമില്ല, എന്നും ഒന്നും കഴിക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. അതേപോലെ വൈകുന്നേരങ്ങളിൽ ചിക്കനോ ബീഫോ ഇത് മാത്രമേ കാണൂ. എന്നും കഴിക്കുമ്പോൾ ഉള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കും. അതുകൊണ്ട് എനിക്കിഷ്ടം, വല്ലപ്പോഴും കഴിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. ഞാൻ എല്ലാ തരം നോൺ വെജ് ആയാലും വെജ് ആയാലും എന്തുമായാലും എല്ലാം കഴിക്കും. പക്ഷേ ഇപ്പോൾ എന്നും എന്നെ കൊണ്ട് ഈ നോൺ വെജ് പറ്റത്തില്ല കേട്ടോ. പറ്റത്തില്ലെന്ന് വെച്ചാൽ വേറെ ശാരീരിക ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കതങ്ങോട്ട് എന്തോ ഇഷ്ടമല്ല. അതുകൊണ്ട് നല്ല വേറെ വിഷയമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ മാവ് ഇങ്ങനെ അങ്ങോട്ട് ഇടിച്ച് കുഴച്ച് അപ്പോൾ അങ്ങനെയാണ്. അപ്പം നാട്ടിലായിരുന്നപ്പോൾ വീട്ടിൽ അമ്മ ഇതെല്ലാം ചെയ്തു തരുമ്പോൾ നമുക്കൊന്നും അറിയണ്ട, സുഖമല്ലായിരുന്നു. എൻ്റെ മോനെ അതൊക്കെ ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക അല്ലേ, നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ എന്നതാണ്. ആരും നമുക്ക് ചെയ്തു തരുന്നാരാ? വിസിലടിക്കുന്നതിന് മുമ്പ് ഓഫായല്ലോ. 10 മിനിറ്റായിട്ട് മുട്ടയ്ക്ക് വിസിലടിച്ചില്ല. പക്ഷേ അത് അതിൽ തന്നെ ഇരിക്കുന്നുണ്ടേ വിസിൽ ഇച്ചിരി കഴിയുമ്പോൾ അടിച്ചോളൂ. ഒരു വിസിൽ മതി. പക്ഷെ ഞാൻ ഒരു 2 കേൾക്കുന്നവരതവിടെ വെച്ചേക്കും. മുട്ട ഇച്ചിരി ഇതാവും. അത് ഇവിടുത്തെ മുട്ടയുടെ ആണോ എന്തോന്നറിയില്ല, അതിൻ്റെ തോട് ഭയങ്കര കട്ടിയാണ്. അതിപ്രാവശ്യം കിട്ടിയ മുട്ടയ്ക്ക് അങ്ങനെയാണ്, എന്താ കാര്യം എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേകാൻ അതുകൊണ്ടാണോ താമസം എടുക്കുന്നതെന്നും അറിയത്തില്ല. ഈ ഒരു വിസിലടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് മൊത്തം നമ്മൾ തോട് പൊളിക്കുമ്പോൾ പൊളിഞ്ഞൊക്കെ അങ്ങ് വീഴും. അത് എന്തിൻ്റെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാ ദിവസവും ഞാൻ കിടന്ന് പാടുപെടുന്നതാണ് അത്. 2 വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങനെ പ്രശ്നമില്ലാതെ കിട്ടാറുണ്ട്. ഇനി വേറെ എന്തെങ്കിലും അതിന് ചെയ്യണമെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മാവ് ഞാൻ ഈ ഒരു പരുവത്തിലാണ് കണ്ടോ. ആ വെള്ളം ഏകദേശം തീർന്നു. ആ ഒരു പരുവം നല്ലപോലെ ഇളക്കി ഇങ്ങനെ നനച്ച് ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതിങ്ങനെ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനെന്തായാലും ഇങ്ങനെ വെച്ച് കഴിക്കുന്നത് കേട്ടോ. തേങ്ങ ഞാൻ പോയി ഇന്നലെ മേടിച്ചു കേട്ടോ. അതിനകത്ത് എഴുതിയൊക്കെയാണ് ഒറ്റ ദിവസം എക്സ്പയറി ഉള്ളൂ. 19-ാം തീയതി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിന് 20-ാം തീയതി എക്സ്പയറി ആണെന്നാണ് അത് എഴുതിയേക്കുന്നത്. ഇപ്പം ഞാൻ വിചാരിച്ച് അതിന് വേസ്റ്റ് ആവത്തില്ലയോ. അതൊരു ചെറിയ ഒരു ബോക്സിലാണ് നമുക്ക് കിട്ടുന്നത്. അത് ഏകദേശം 3 ദിറംസാണേ. എന്ന് പറയുമ്പോൾ നാട്ടിൽ 1 ദിറംസ് എന്ന് പറഞ്ഞാൽ 25 രൂപ വെച്ച് കൂട്ടിക്കോ. 25, 50, 75 രൂപ. 75 രൂപയുടെ തേങ്ങയാണ് ഒരു ചെറിയ ബോക്സിനകത്ത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിലുണ്ട് എക്സ്പയറി ഇട്ടേക്കണം. 19-ാം തീയതി പാക്ക് ചെയ്ത് എക്സ്പയറി 20-ാം തീയതി. അപ്പോൾ ഇന്ന് തീർക്കണം സത്യത്തിൽ. പക്ഷേ ഞാൻ തീർക്കില്ല, ഞാൻ 2-3 ദിവസം ഉപയോഗിക്കും. 3 ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വട്ടം മേടിച്ചതിന് അങ്ങനെ വന്ന്
ഞാൻ അതുകൊണ്ട് 1 2 അല്ലെങ്കിൽ മാക്സിമം 3 ദിവസത്തിനകത്ത് തീർക്കണം അങ്ങനെ കരുതുന്നു. അപ്പോൾ ഗോതമ്പ് പുട്ടിന് വേണ്ടിയിട്ട് ഗോതമ്പ് മാവ് ഞാൻ എന്താ ഈ ഒരു പരുവത്തിലാണ് ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ആയിരിക്കും അല്ലേ, ഇത് മതിയെന്ന് തോന്നുന്നു. ഇത് കുറച്ച് ഇനിയിപ്പം ആ മുട്ടയൊക്കെ പുഴുങ്ങി പയറും പുഴുങ്ങി എടുക്കുന്നത് വരെ ഞാനിത് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇത് അങ്ങനെ ഇത് വെക്കേണ്ട കാര്യം ഉണ്ടോയെന്നറിയില്ല, എന്തായാലും ഞാനങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഇത് റെഡിയായി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ പയർ പുഴുങ്ങണം. ഇപ്പോൾ അടുത്തതായി നമ്മൾ ഈ കുക്കറിലേക്ക് തന്നെ പയറിടുന്നു. പയറിടാം. പയറിടുന്നു. പയറിന് ആവശ്യമായ വെള്ളമെടുക്കുന്നു. ആ മുട്ട പുഴുങ്ങി വെച്ച് കേട്ടോ, മുട്ട പുഴുങ്ങി എടുത്ത് വെച്ച്. ഇനിയിപ്പോൾ പയറിന് ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങോട്ട് എടുക്കുന്നു. ഇത്ര മതി. കുറച്ച് ഉപ്പിടുന്നു. ഓക്കെ ഫൈൻ. അങ്ങനെ പയറിൽ ഉപ്പ് ഇട്ട് ഇതും എടുത്ത് വെച്ച്, അയ്യോ അടയുന്നില്ലല്ലോ അടച്ചണ്ണി. ഓക്കെ കമാൺ. അപ്പോൾ ഇതും എടുത്ത് വയ്ക്കുന്നു. ടൈം സെറ്റ് ചെയ്യുന്നു. പയറിന് ഞാൻ സെറ്റ് ചെയ്യുന്ന ടൈമെന്ന് പറയുന്നത് മറന്നുപോയല്ലേ, 7 മിനിറ്റ് അത്രേ വെക്കത്തുള്ളൂ കേട്ടോ. കാരണം അയ്യോ 7 മിനിറ്റ്. ഓക്കെ 7 മിനിറ്റിലുള്ള വിസിലടിക്കും. അത് പിന്നെ അങ്ങ് അതിലിരുന്ന് തന്നെ അങ്ങ് മാക്സിമം അതിനകത്ത് വിസിലടിച്ചങ്ങ് ഇരിക്കുന്നവരെ ഞാൻ ഇരിക്കും കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ അതിൽ തന്നെ അങ്ങ് വെച്ചേക്കും. എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് അതിനകത്ത് ബാലൻസ് ഉള്ള ചൂടിൽ ഒരു മേ ബി ഒരു 1-2 വിസിലും കൂടെ എക്സ്ട്രാ അടിക്കും. അപ്പോൾ ഒരു 8-9 വിസിലൊക്കെ അടിക്കും. അത്രയെങ്കിലുമൊക്കെ അടിക്കും. എന്തായാലും 7 മിനിറ്റും പിന്നെ ഒരു 2 വിസിലൊക്കെയാണ് കേൾക്കാറുള്ളത്. എനിവേ ഇനിയിപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് പുട്ടും വെക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അന്നേരം കാണാം. മുട്ട ചെറിയ ചൂട് നിൽക്കുന്നുണ്ട്, എന്നാലും ഞാനൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ എന്താ അവസ്ഥയെന്ന്. ചൂട് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ തണുത്തില്ല, അതിന് മുമ്പേ എടുത്ത് പൊട്ടിച്ച് ബ്ലു 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 നിൽക്കുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഇന്ന് പൊട്ടി ഇത് വരുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ചൂടുണ്ടോ? അയ്യോ എൻ്റെ കൈ. മുട്ട റെഡി. ഓക്കെ, അപ്പോൾ മുട്ട റെഡി. ഇത് നല്ല ചൂടുണ്ട്, തണുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ? ഇനിയിപ്പം പയർ റെഡി ആകുമ്പോഴത്തേക്കും അടുത്തത് പുട്ട് അടുപ്പേ കയറ്റുന്നു. ഓക്കെ, ഇവിടുത്തെ ചൂട് രാത്രിയായാലും ചൂടിന് ഒരു കുറവില്ല കേട്ടോ. പകൽ സൂര്യനുള്ളപ്പോഴേ ചൂട് എന്നല്ല, രാത്രിയായാലും നല്ല ചൂടാണ്. അതുപോലെ ഞാൻ ഇപ്പോൾ മുട്ട ഉണ്ടല്ലോ, മുട്ട ഒന്ന് തണുക്കുമ്പോൾ ഞാനങ്ങ് അടിക്കും. അത് കഴിഞ്ഞിട്ട് പയർ പുഴുങ്ങി സെറ്റാക്കും. പിന്നെ അത് കഴിഞ്ഞ് പുട്ട് പുഴുങ്ങും. പിന്നെ വേറെന്താ, പപ്പടം വേണമെങ്കിൽ പപ്പടവും കൂടെ ഉണ്ടാക്കാം. നോക്കട്ടെ, അത് മൂട് തോന്നുന്നുണ്ടെങ്കിൽ പപ്പടം കൂടെ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഒരു 10-70 പുഷപ്പ് അങ്ങ് അടിക്കും. ഇടപെട്ട് 70-75 പുഷപ്പ് പറ്റുന്ന രീതിയിലങ്ങ് അടിക്കും. ഓക്കെ, പുഷപ്പ് എടുക്കാം. ഒരു 25 പുഷപ്പ് വെച്ചിട്ട് 3 സെറ്റ്, 3 റൗണ്ട്. അതിനെന്താ പറയുക, 3 സെറ്റ് എന്ന് പറയൂ, എങ്ങനെയാണേലും പറഞ്ഞോ. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് ഇപ്പം. ഞാൻ പറയുന്നത് 25 എണ്ണം ഉണ്ടെന്ന്. നിങ്ങൾ എണ്ണിയായിരുന്നോ? വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കിയിട്ട് പറയണേ. അപ്പോൾ 25 എണ്ണം കഴിച്ചു. 30 വരെ പോവാം, ബട്ട് വേണ്ട, റിസ്ക്കാണ്. അപ്പോൾ 25 വെച്ച് ഇനി ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കും. ഈ ഗ്യാപ്പിന് ശേഷം ഒരു 25, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗ്യാപ്പ്, പിന്നെ വീണ്ടും ഒരു 25 സെറ്റ്. 75 പുഷപ്പ് ഡെയിലി. മസിലൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു, പക്ഷേ കുഴപ്പമില്ല, നല്ലതാണെന്ന് കരുതുന്നു. ഓക്കെ,
അപ്പോൾ നമുക്കിനി പുട്ട് പുഴുങ്ങുന്ന സമയം, പയറെടുക്കുന്ന സമയം, പിന്നെ പപ്പടം ഉണ്ടാക്കുന്നതും എല്ലാം കൂടെ ആയിട്ട് കാണാം. ഓക്കെ. അപ്പോഴേ ഇതിനിടയ്ക്ക് നമ്മുടെ മുട്ട ഒന്ന് തണുത്ത് അതങ്ങ് അടിച്ചേക്കാം. ചെറിയ മുട്ട കേട്ടോ. പയറ് വിസിലടിക്കുന്നു. ഓക്കെ. അപ്പോഴേ നമ്മുടെ പയറ് സെറ്റായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 10-20 മിനിറ്റ് ആയില്ലയോ അവ അവിടെ ഇരിക്കുന്നത്. ആൻഡ് നമുക്ക് ആ പയറെടുത്ത് ഒന്ന് സെറ്റാക്കാം. അതിനുശേഷം ഇനി പുട്ട് പുഴുങ്ങണം അല്ലേ, ജോലികൾ കിടക്കുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം പുട്ടും പുഴുങ്ങി വെച്ച്, അതായത് പയറ് സെറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പുട്ടും പുഴുങ്ങി വെച്ചിട്ട് ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വന്ന് ഇതൊക്കെ എടുത്തങ്ങ് കഴിക്കും. ബാ. അപ്പോൾ പയറ് നമുക്കെടുത്ത്, പയറൊന്ന് ചിലപ്പോൾ ഇത് ഇച്ചിരി വെള്ളം കാണും, അതൊന്ന് ഊറ്റി കളയണമല്ലോ. പയർ ഊറ്റിയേക്കാം. ഇത് ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് തുറക്കുന്നു, ഇതിങ്ങനെ മടക്കി വെക്കുന്നു, ഒരൊറ്റ കമത്ത്. കണ്ടില്ലേ? കംപ്ലീറ്റ്. സത്യം പറഞ്ഞാൽ ഇതിൽ പ്രോട്ടീൻ മൊത്തം എന്തായി വെള്ളത്തിലങ്ങ് പോവുക കേട്ടോ. നമ്മൾ പ്രോട്ടീന് വേണ്ടിയാണ് പയറൊക്കെ പുഴുങ്ങി കഴിക്കുന്നത്. പക്ഷേ പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഊറ്റി കളയരുത്. ഈ വെള്ളം ഇതിൽ പിടിക്കുന്ന കണക്കുള്ള കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ചാലേ ചിലപ്പോഴേ ഇങ്ങനെ വെള്ളം അധികം വരാറുള്ളൂ. ഞാൻ കറക്റ്റായിട്ടാണ് ഒഴിക്കാറ്. ഇന്നിപ്പോൾ ഒരു ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് കറക്റ്റാണ് പയർ പുഴുങ്ങി അത് നല്ല എന്താ പറയുക ഡ്രൈ ആയിട്ട് കിടക്കും. അത് ഇടി പിടിക്കത്തൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇത്രയും ആക്കത്തുള്ളേ. ആക്കി സെറ്റാ. ഈ ഒരു പ്ലേറ്റിലേക്ക് പയറിനെ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ പയർ സെറ്റ് ഉണ്ടോ? അതവിടെ ഇരിക്കട്ടെ. ഹാവ് എ പയർ അല്ല, ഹാവ് ദ പയർ. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തോ. ഇനി ഞാനിതൊക്കെ ഒന്ന് കഴുകിയിട്ട് തരട്ടെ. എന്നിട്ട് നമുക്ക് പുട്ടിനുള്ള വെള്ളം വെക്കാം. വെട്ടമൊക്കെ കുറഞ്ഞു കേട്ടോ. നമ്മുടെ വിസിലിങ് മാറ്റി വെക്കുവേ. കാര്യം ഇതിൻ്റെ മുകളിലല്ലയോ. അപ്പോൾ വെള്ളം എടുത്തു, വിസിൽ മാറ്റി. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ മറ്റേ പുട്ടിൻ്റെ ഞാനെടുത്ത് കാണിക്കാം. കണ്ടോ, ഇതാണ് പുട്ടുണ്ടാക്കുന്ന ഐറ്റം. ഓക്കെ, ഞാൻ കഴിയോടെ വച്ചേക്കുക. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്തിരി മാവ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഇതിലിങ്ങനെ വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ വെക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്തിന് നമ്മൾ പുട്ട് ഇതിലേക്ക് നിറയ്ക്കും. ബാ. അത് വേറൊന്നുമില്ല, തറയിലോട്ട് വീഴാതിരിക്കാനാണ് ഞാൻ പ്ലേറ്റ് വെച്ചത്. ഇത് നമ്മുടെ തേങ്ങ പൊട്ടിക്കുന്നു. തേങ്ങ കുറച്ച് അടിയിൽ ഇടുന്നു. തേങ്ങ ഇട്ടതിന് ശേഷം പുട്ടിൻ്റെ മാവ്. ഇത് എനിക്ക് തോന്നുന്നു അധികം വരുമോ എന്തോ. നമുക്കിതിൽ തന്നെ ഫില്ല് ചെയ്യാൻ നോക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് ഫില്ലാക്കാം. ഓക്കെ, ഇനി കുറച്ച് തേങ്ങ മുകളിലും കൂടെ ഫിക്സ്. ഞാൻ ഈ ചെയ്യുന്നതൊരു എടിപിടി പരിപാടിയാണ്. ഇതുണ്ടോ, ഇങ്ങനെ ഫിക്സ് ചെയ്യും. അയ്യോ, ചുറ്റുപാടും വെക്കും കേട്ടോ. തേങ്ങ ഇരുന്നാലേ നല്ല രസമാണ്. പിന്നെ അതുമല്ല, ഈ തേങ്ങ നമുക്ക് ഒരുപാട് ദിവസം വെച്ചേക്കാനും പറ്റില്ലല്ലോ. പിന്നെ മാക്സിമം ഞാൻ ഇതിനകത്തങ്ങ് വെക്കും. ഐസ്ക്രീമൊക്കെ ഇല്ല, വെള്ള ക്രീം ഇങ്ങനെ പൊതിഞ്ഞ് വെക്കൂല കേക്കിൽ, അതുപോലെ അങ്ങ് പൊതിഞ്ഞങ്ങ് വയ്ക്കും. അങ്ങനെ പൊതിഞ്ഞങ്ങോട്ട് വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് അടച്ചങ്ങ് വയ്ക്കും. നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പെടുത്ത് ഒരൊറ്റ അടപ്പാണ്. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങ്
എടുത്ത് മാറ്റും കേട്ടോ. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ആവി വരുമ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് വെക്കാം. ആവി വന്നില്ലെങ്കിലും വെക്കാം. നമ്മളത് തേങ്ങ ഒത്തിരി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ പയറിലും കൂടെ തേങ്ങ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇരിക്കട്ടെ, തേങ്ങ ഇട്ട് അടിച്ചേക്കാം പയർ അടിപൊളിയായിട്ട് അല്ലേ. സെറ്റ്. ബാക്കി വെച്ചേക്കാം, 1-2 ദിവസം കൂടെ എടുക്കാനുണ്ട് ഐറ്റം. ഞാൻ ആ തേങ്ങ പയറിലിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഇരിക്കട്ടെ, അടച്ചു വെച്ചേക്കാം. ആ, ഇതിൽ നിന്ന് ആവി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എന്നാൽ പിന്നെ നമുക്കെടുത്ത് വെച്ചേക്കാം. ഓക്കെ, സെറ്റ്. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരിക്കട്ടെ അല്ലേ. ഈ ഇലക്ട്രിക് സ്റ്റൗവിന് ഒരു ഗുണമുണ്ട് കേട്ടോ. നമുക്ക് ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്കൊരു 10 മിനിറ്റ് 9 മിനിറ്റ് മതി. 9 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും. ഒരു ലാസ്റ്റ് 25 എണ്ണം ഉണ്ട്. 25 പോകുമെന്ന് അറിയത്തില്ല, നോക്കാം. എണ്ണിക്കും. എത്രയായി? എൻ്റെ കണക്കിൽ 30 ഉണ്ടെന്നാ തോന്നുന്നത്. നിങ്ങളുടെയോ? പറ. അപ്പോൾ ഇന്നത്തെ പുഷപ്പ് ഫിനിഷ്. പുട്ടിപ്പോൾ റെഡിയാകും. അതിനുശേഷം എന്താ ഉള്ളത്? കുളിക്കണം. കുളിച്ചിട്ട് കഴിക്കണം. പുട്ട് റെഡി. നമുക്കിനി എടുക്കാം. ആവിയൊക്കെ വന്നിട്ട് കുറച്ച് നേരമായി. ഓക്കെ, സെറ്റ്. ഈ പുട്ട് തട്ടാം. ഈ സാധനം തുറക്കലാണ് പാട്. പക്ഷെ ഇന്ന് വലിയ പാട് വന്നില്ല കേട്ടോ. എന്തൊരു ചൂട്. ആവോ, പുട്ട് റെഡി. തട്ടട്ടെ, പൊട്ടാതെ കിട്ടുമോ നോക്കട്ടെ. നിങ്ങളെന്ത് പറയുന്നു? കമൻറ്റ് ചെയ്തു. പൊട്ടിപ്പോവോ പൊട്ടാത്തില്ലയോ? പൊട്ടിപ്പോവോ? പൊട്ടിയില്ല കായ്, പൊട്ടിയില്ല. അപ്പോൾ പുട്ട് റെഡി. ഇനി നമുക്ക് പയറും റെഡി. പുട്ട് റെഡി, പയർ റെഡി. ഇനി എന്താ വേണ്ടേ? പപ്പടം കാച്ചിട്ട് വരാം. ഈ പപ്പടം ഉണ്ടല്ലോ, ഒരു പക്ഷേ ഞാൻ ചെയ്യും പോലെ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇത് ഞാൻ ജസ്റ്റ് ഇത് വെറുതെ ഇങ്ങനെ വെച്ച് ചുട്ടെടുക്കുക ചെയ്യുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ടൊന്ന് പുരട്ടും. കാണിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടും പോലെ ജസ്റ്റ് ഒന്ന് കാണാം. ഉണ്ടല്ലേ, ഇതേപോലെ അങ്ങ് ഇടും. അപ്പോൾ ഇങ്ങനെ ചൂടടിച്ചിട്ട് പൊള്ളി വരും. ഇതിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാമെന്ന് വിചാരിച്ച് പുതിയൊരു ഐഡിയ നോക്കുക. കഴിയാറായി അല്ലേ? ഇങ്ങനെ ആക്കും. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിടും. ഇതും മറിച്ചിടും. ഇങ്ങനെ മറിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. കണ്ട അയ്യോ, എന്തൊരു ചൂടപ്പാ. വേണമെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറത്തും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അയ്യോ, ഈ ക്യാമറ ഇതും എല്ലാം കൂടെ പറ്റുന്നില്ല കേട്ടോ. ക്യാമറ ഒരു കയ്യിൽ പിടിക്കണം, എണ്ണ തൂക്കണം, പപ്പടം ചുടണം, എല്ലാം കൂടെ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചുടുന്നത്. അങ്ങനെ പുട്ട്, പയറ്, പപ്പടം, മുട്ട പുഴുങ്ങി ഞാൻ അടിച്ചു.
ഇതെല്ലാം സെറ്റ്. ഇനി പോയി കുളിച്ചിട്ട് വരാം. വേഗം കുളിച്ചിട്ട് വന്ന് എടുത്ത് കഴിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ടും പയറും കടലയും പയറും പപ്പടവും എല്ലാം സെറ്റ് കേട്ടോ. ഇനിയിപ്പോൾ ഇവനെ എങ്ങനെ അടിച്ചാൽ മതി. എന്നാൽ പിന്നെ കഴിച്ചാലോ. സെറ്റല്ലേ? പപ്പടം നോക്കട്ടെ. ക്രിസ്പി, അമേസിങ്. ഓ, കൂട്ടിലോട്ട് പപ്പടം അങ്ങോട്ട് വെച്ച് ഒറ്റ പൊടിപ്പാ. കുറച്ച് പയറെടുത്തിടുക. കൊള്ളാം കേട്ടോ. സംഭവം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങ്. ഞാനും സുഖമായിട്ട് കിടന്നുറങ്ങാം. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ഒരു കാര്യം പറയാൻ പറഞ്ഞത്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒക്കെ ചെയ്തേക്കുക. സീ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.